ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ ഈ സമയത്ത് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ കുറേ ഫ്രണ്ട്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്, നല്ല പോലെ തന്നെ സപ്പോർട്ടീവ് ആണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ 2 ദിവസം മുമ്പ് ഞാൻ ഇതേപോലെ തന്നെ ദോശ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ദോശക്കല്ല് ചൂടായതിൻ്റെ ശേഷമാണോ അതിന് മുമ്പേ ആണോ സബോള ഉരച്ച് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് അതിലൊരു ഫ്രണ്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സബോള ഉരച്ച് കൊടുക്കേണ്ടത് കല്ല് ചൂടായതിൻ്റെ ശേഷം ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ ദോശ നല്ല രീതിയിൽ കിട്ടുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഉരച്ച് കൊടുത്തപ്പോൾ എനിക്ക് ദോശ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. എനിക്കിത് പറഞ്ഞു തന്ന സുഹൃത്തിന് ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഞാനിപ്പോൾ നാളികേരമൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ചട്നി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുകിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട്, പിന്നെ നാളികേരത്തിൽ ഞാൻ ചെറിയൊരു കഷ്ണം ഉള്ളിയും പിന്നെ മുളക് പൊടിയാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ മോന് ഇങ്ങനെ മുളക് പൊടി ഇട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ പറയും എന്നും പച്ചമുളക് ഇട്ടിട്ടല്ലേ ആക്കാറ്, ഇന്നിപ്പോൾ മുളക് ഇട്ടിട്ട് ആക്കാൻ പറഞ്ഞു, ചുവന്ന കളർ ചട്നി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്തു. പിന്നെ ഇതിലേക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നല്ലപോലെ തിളച്ച് ഇതാവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഓഫ് ചെയ്തു. അതിൻ്റെ ശേഷം ഞാൻ തക്കാളി ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ചമ്മന്തി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ചമ്മന്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. അതിൻ്റെ ശേഷം ഇവിടെ ഉണ്ണികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ദിവസം ഇപ്പോൾ കഴിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സുഡാപ്പിയും ദിലുവിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ ബാത്തൂസിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അതിന് ശേഷം ഇവിടെയും കൂടി ഒന്ന് അടിച്ച് വരാണ്ടായിരുന്നു. ഫ്രണ്ടിലൊക്കെ രാവിലെ തന്നെ അടിച്ച് വാരി കേട്ടോ. ഞാൻ 2 നേരം അടിച്ച് വാരും കേട്ടോ, രാവിലെയും വൈകിട്ടും അടിച്ച് വാരും കേട്ടോ. എന്നുവെച്ചാൽ മാവിൻ്റെ ഇലയൊക്കെ നല്ലപോലെ തന്നെ വീഴുന്ന കാരണം കൊണ്ട് ആകെ വൃത്തികേടായി കിടക്കും. പിന്നെ വൈകുന്നേരം അടിച്ച് വാരിയിട്ട് കാര്യമൊന്നുമില്ല. സുഡാപ്പിയും പാത്തൂസൊക്കെ 4 മണിയൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഇറങ്ങൂട്ടോ കളിക്കാനായിട്ട്. അപ്പോൾ ഒക്കെ അവിടെ വൃത്തികേടാക്കിയിടും. അതിൻ്റെ ശേഷം ഞാൻ അവിടെ ഗോവയ്ക്ക് മോനും കൊണ്ട് കടയിൽ നിന്ന് മേടിപ്പിച്ചിട്ടാവും. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കറുത്തൊരു സാധനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൈ വെച്ച് നല്ലോണം ഉരച്ച് കളഞ്ഞാൽ അത് പോവുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഗോവയ്ക്കൊക്കെ ഞാൻ ഇതേപോലെ തന്നെ കഴുകിയതിൻ്റെ ശേഷമാണ് കേട്ടോ അരിഞ്ഞെടുക്കുള്ളൂ. അല്ലെങ്കിൽ അതിലേക്ക് വെള്ളം വേഗം ഇതാവും എന്നറിയാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലൊന്ന് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ അതേ ചോറ് തിളച്ചിട്ടുണ്ട്, ഒന്ന് വാർത്തെടുക്കുകയാണ് കേട്ടോ. ഇന്നലത്തെ ചോറ് തന്നെയാണ് കേട്ടോ, അതൊന്ന് ചൂടാക്കി എടുത്തതാണ്. ചോറും കറിയൊക്കെ ബാക്കി ഇന്നലെ പുറത്തേക്കൊന്ന് പോയ കാരണം കൊണ്ട് പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ചു ഹോട്ടലിൽ നിന്ന്. അപ്പോൾ കുട്ടികളൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഉച്ചയ്ക്ക് അതെ വൈകുന്നേരം പിന്നെ പായസം കുടിച്ച കാരണം കൊണ്ട് വൈകുന്നേരം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചോറും കറിയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുക. കറി തൊട്ട് നോക്കിയിട്ട് പോലും ഇല്ല കേട്ടോ. ചോറും അതേപോലെ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതെന്തായാലും ഞാൻ തിളപ്പിച്ചെടുത്തു. വൈകുന്നേരം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയും ചോറൊക്കെ. പിന്നെ രാവിലെ ആയപ്പോൾ ഇപ്പോൾ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. അതിന് ശേഷം ഞാനിപ്പോൾ ഗോവയ്ക്കൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്, ഒന്ന് ഉപ്പേരി വയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ വേറെ ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല, ഗോവയ്ക്ക് ഉപ്പേരി മാത്രം റെഡിയാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. വെളിച്ചെണ്ണ കഴിഞ്ഞു കേട്ടോ. വെളിച്ചെണ്ണ ഇനിയിപ്പോൾ വേടിപ്പിച്ചിട്ട് വേണം. അപ്പോൾ ഞാൻ അതിലേക്ക് ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നാളികേരം ഞാൻ നാളികേരത്തിൻ്റെ കൊത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി എടുത്തതാണ്, പൾസ് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്തൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം നാളികേരം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന കോവയ്ക്കും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് പഴുത്ത കോവയ്ക്കൊക്കെ മാറ്റിയിട്ടു കേട്ടോ. എന്നിട്ട് കളറില്ലാത്ത കോവയ്ക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നല്ലോണം ഒന്ന് ഇനി എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ.
അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അതേ ഗോവക്കുപ്പേരൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ കറി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ അസ്സലാമു അലൈക്കും.